ആരാണടി അവൻ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ ആരാണെന്നാ ചോദിച്ചത്? ബാബു. ഏത് ബാബു? എന്റെ ഭർത്താവിന്റെ അനുജൻ. ഭർത്താവിന്റെ അനിയനോ അതോ നിന്റെ രഹസ്യക്കാരനോ? നാണം കെട്ടവളെ, നീ ഇത്തരക്കാരിയാണോടി? കാലം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. വേണ്ട, നീ എന്നെ അച്ഛന്ന് വിളിക്കണ്ട. ഒരു പിഴയത്തവളുടെ അച്ഛനല്ല ഞാൻ. അവന്റെ ഒരു ചിറ്റപ്പൻ. എടീ, ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടില. നാളെ തന്നെ നീ അവിടെ പോണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പണി നടക്കില്ല. അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം. ഞാൻ എന്ത് ചെയ്യണം റപ്പായി പറയുന്നു? ഒരു 500 രൂപയും കൊടുത്താ വേല റപ്പായി കാണിച്ചു തരാം. 500 രൂപയോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും പഠിക്കാത്ത കയറിയിട്ടില്ല. കാശിന് വലിയ വലിയ റപ്പായി. എന്നാ വലിച്ചോണ്ടിരുന്നോ? എനിക്കെന്താ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. റപ്പായി പിണങ്ങാതെ, ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതാ. ആട്ടെ, നിങ്ങൾക്ക് ഒരു 200 രൂപ ഉണ്ടാക്കാവോ? എല്ലാരും നിശ്ചയിച്ച വെള്ളം മേടിച്ചു കൊടുക്കാനാ. അവനെ ഞാൻ കെട്ടിച്ചു തരാം. ശരി, സമ്മതിച്ചിരിക്കും. നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടിപ്പടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നീ 5000 രൂപയല്ല എന്റെ ഈ തന്നത്. അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ പണി തുടങ്ങാൻ എന്ത് ചെയ്യും? കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല. ആട്ടി ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അവൻ അവക്ക് കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ നമുക്കിത് വിൽക്കാം. നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ. പിന്നെ കാശ് എന്ത് ചെയ്യും? കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? എടി, അവൻ DSP ആണ്. DSP അല്ല, ASP ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിച്ച് നോക്ക്. നിങ്ങൾ നോക്കിക്കോ. പെട്ടി നിറച്ച് പണവുമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. നേരോ? ഉഷേ, എനിക്ക് ബാലനോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ബാല. എന്താ അമ്മായി? ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ഉഷ ഗർഭിണിയാണ്. ഞാൻ മൂലമോ? പിന്നല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ഓ, അത് ശരിയാ. എന്റെ മോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു. ഞാൻ അവളെ നശിപ്പിച്ചത്. നീ തന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത്? നീ അവളെ വിവാഹം ചെയ്യണം. വിവാഹമോ? പിന്നെ എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വേറെ മാർഗമൊന്നുമില്ലേ? വേറെന്ത് മാർഗം? വല്ല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരിക്കണ്ട, എന്റെ മനസ്സിൽ തീ ആളിക്കത്തുക. ഉഷേ, ബാലേട്ടാ, ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്താ ബാലേട്ടാ? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? പറയൂ. അതെ. അതെ. അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? 2 ലക്ഷം രൂപ തന്നേക്കാം. 2 ലക്ഷമോ? അതിനുള്ള പേറ്റ് പറയാനില്ലല്ലോ. പതുക്കെ ഒരു 4 ലക്ഷം രൂപ ആയാലോ? 4 ലക്ഷമോ? ശരി, രൂപ എന്റെ കൈ തരണം. അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളെ പെറ്റ് വളർത്തിയത് ഞാനാ. അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ? അമ്മായി, 2 വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. എന്നെ വിരട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ? എണ്ണക്ക് ഇങ്ങോട്ട് മാറി നിൽക്കടി. അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണല്ലേ? നാണം കെട്ട പലിശകൾ. എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ നിന്ന് അടിച്ചിറക്കണം. ഏറ്റമല്ലേ? അടിച്ചിറക്കി 20 തളിച്ചേക്കാം.
ഇങ്ങോട്ട് വാടോ ഇറങ്ങി. എന്താ ഒരു അമാന്തം പോലെ ഇറങ്ങി വാടി. ആനോടെ അടി. അയ്യോ ഞാനിവിടെ ഉണ്ടേ. എന്താ എന്റെ കയ്യിലിരിക്കുന്നത്? തേങ്ങ മോഷിച്ചു വെച്ചിരിക്കുന്നു. ഓണ വഴിക്ക് ഗണവഴിക്ക് അടിക്കാനാ. നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ്. പക്ഷേ ഏമാനെ ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. നിനക്കോടാ അറിയാവോടാ? നിനക്കോ? നിനക്കോടി? ഓ, നീ കുറെ ഓടിയവളാണല്ലോ. ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നേ തിരിഞ്ഞു നോക്കാവൂ. ഡോക്ടർ സാർ, എന്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ, നല്ല പനിയുണ്ട്. ഒന്ന് വീട് വരെ വന്നാൽ. ഞാനിപ്പോ വരാം. അല്ലപ്പാ സാർ, എന്റെ ബാഗ് എടുത്തോണ്ടിരും. അയ്യോ, ആ റഫയും കൂടി നമ്മുടെ ബാബു സാറിനെ തല്ലുന്നു. റഫയും കൂട്ടി ബാബു സാറിനെ തല്ലുന്നു. സുധാ, ഇറങ്ങിടാ. ബാലേന്ദ്രൻ ഹിയർ. സാർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വിജയനാണ്. എന്താ വിജയ? സാർ, അങ്ങയുടെ ബ്രദറോട് ആശുപത്രിയിലാണ്. എന്തു പറ്റി? ഒരു സംഘടനത്തിൽ കുത്തേറ്റതാണ്. ഐ സി. സാർ ഇവിടം വരെ ഒന്ന് വന്നാ കൊള്ളാം. എന്തിനാ? അല്പം സീരിയസ് ആണ്. നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ വരാം.
ഓക്കെ സർ. അവൻ എവിടെ കിടക്കുന്നു? ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി സാർ. അല്പം മുമ്പ് ഒരു ബോധമുണ്ടായിരുന്നു. ഓരോരുത്തൻ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാതെ പറ്റുമോ? ബാബുവിന്റെ മരണമൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. സാറിനുള്ളൊരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇതാ. പ്രിയപ്പെട്ട ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. ചേട്ടത്തി നിരപരാധിയാണ്. ലഹരി പിടിച്ച ഞാനാണ് സ്വബോധമില്ലാതെ അവരെ കടന്നു പിടിച്ചത്. അവരെതിർത്തു. അപ്പോൾ ചേട്ടൻ വന്നു. കുറ്റവാളി ഞാൻ മാത്രം. ചേട്ടത്തിയെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ. മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്കൊരുമിച്ച് കാണണം. എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരില്ലേ? നിറവേറ്റി തരില്ലേ ചേട്ടാ? ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ചേട്ടാ. ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മഠേനാക്കാൻ ശ്രമിക്കുകയാണോ? അവൻ എന്നെ സമ്മതിച്ചെന്നാണ്. അവനാണ് എന്നെ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ വിജയ, എനിക്കിപ്പോ തന്നെ ബാബുവിനെ കാണണം. ക്ഷമിക്കണം സാർ, ബാബു ഓപ്പറേഷൻ തിയേറ്ററില്ല. 2 മണിക്കൂറെങ്കിലും ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിൽ ഉടനെ ഒരു ഡ്രൈവർ ഏർപ്പാട് ചെയ്ത് സാർ. എനിക്ക് വൈഫ് ഹൗസിൽ ഒന്ന് പോകണം. ഐ കാൺ ഡ്രൈവ്. പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടികളെയും കുട്ടിക്കൊണ്ട് ഉടനെ ഇവിടെ വരാൻ പറയും. ശരി സാർ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടില. നാളെ തന്നെ നീ ഉറപ്പാണ്. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. മേലാൽ നീ എന്റെ അടുത്ത് വരരുത്. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നത് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിത്തിങ്. ഗെറ്റ് ഔട്ട്. ഇന്ദു, 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 കഥ തുറക്ക്. ഞാനാണ് നിന്റെ ബാലേട്ടൻ. ഇന്ദു, എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് മാപ്പ് തരും. ഇന്ദു, നീ എന്തായി കാണിച്ചത്? ഞങ്ങളൊന്ന് കണ്ടോട്ടെ സാർ. ബാബു സാർ, ഞങ്ങളൊന്ന് കാണട്ടെ. കണ്ടു പോകാം സാർ. കുറച്ചാണ് മാറി.
ചിറ്റപ്പ ബാബു ചിറ്റപ്പ ബാബു ചേട്ടന്റെ പിണക്കമെല്ലാം തീർന്നടാ.